ചീഫ് സെക്രട്ടറിക്കെതിരെ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി എൻ പ്രശാന്ത് IAS. സുപ്രീം കോടതിയേക്കാൾ പവർ ചീഫ് സെക്രട്ടറിക്കാണെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. ഇന്ന് വൈകിട്ട് ഹിയറിംഗിന് ഹാജരാകാനിരിക്കെയാണ് ഈ വിമർശനം. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അജീഷ്, വീണ്ടും ഇതാ പോസ്റ്റ്, സോഷ്യൽ മീഡിയ പോസ്റ്റ് വന്നിരിക്കുന്നു. ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്? ചീഫ് സെക്രട്ടറിയെ തന്നെയാണ് ഉന്നമിട്ടിരിക്കുന്നതല്ലേ? സ്മിത, ഇന്ന് വൈകിട്ട് 4:30-ക്കായിരുന്നു ചീഫ് സെക്രട്ടറി വിളിച്ചിരുന്ന ഹിയറിംഗ്. 4:30-ക്ക് ചീഫ് സെക്രട്ടറി ചേംബറിൽ ഹാജരാകാനായിരുന്നു ഉദ്ദേശിച്ചത്. അത് പോകാനിരിക്കെയാണ് പുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി എൻ പ്രശാന്ത് IAS രംഗത്തെത്തിയിരിക്കുന്നത്. അച്ചടക്ക നടപടിയിൽ തന്റെ ഭാഗം ഒരു തവണയെങ്കിലും കേൾക്കണം എന്നപേക്ഷിച്ചിട്ട് 6 മാസമാകുന്നു. താൻ സമർപ്പിച്ച രേഖകൾ അപ്രത്യക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഈ റെക്കോർഡിംഗും സ്ട്രിങ്ങും ആവശ്യപ്പെട്ടത്. അത് ആദ്യം അനുവദിച്ചെങ്കിലും പിന്നീട് സാധ്യമല്ലെന്നാണ് പറഞ്ഞത്. 6 മാസത്തിന് ശേഷമാണെങ്കിലും എന്നെ കേൾക്കാൻ സന്മനസ്സുണ്ടായതിന് വലിയ കാര്യമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. അതായത് അദ്ദേഹം പറയുന്നത് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ മാത്രമാണ് തന്റെ ആവശ്യങ്ങൾക്ക് എതിർപ്പുള്ളത്. പക്ഷേ അതിന് മുകളിലും വേറെ നിയമപരമായ സാധ്യതകളുണ്ട്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, ഹൈക്കോടതി, സുപ്രീം കോടതിയിലൊക്കെ സുതാര്യമായാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതായത് ഓപ്പൺ കോർട്ടിൽ തന്റെ ഭാഗങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതെല്ലാം പൊതുജനങ്ങൾക്ക് കേൾക്കുമാറാകമാണ് ഈ ലൈവ് സ്ട്രീമിംഗ് നടക്കുന്നത്. പക്ഷേ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ മാത്രം അത് അങ്ങനെയല്ല. അതെനിക്ക് മുന്നിൽ അങ്ങനെ ഒരു സാധ്യത കൂടി ഉണ്ടെന്ന് കൂടി പറയുകയാണ് പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എൻ പ്രശാന്ത്.